അനുഗ്രഹീതമായ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി കർമ്മനിരതമായി ഓടി നടന്ന് പ്രവർത്തിച്ച എൻ്റെ പൊന്നനുജന്മാരെ, ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് രണ്ട് വീട്ടിലും വിജയിക്കുന്ന ഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലകളിൽ ഈ പരിശുദ്ധ ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ നമ്മുടെ പൂർവികരുടെ ശ്രമഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളും പ്രചാരകരും പ്രവർത്തകരുമായി മാറിയത്. അവർക്കൊക്കെയും പ്രത്യേകിച്ച് ഈ നാട്ടിൽ വരുമ്പോൾ സയ്യിദ് മുഹമ്മദ് ഹാജി സാഹിബിനെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ലോകത്ത് മൊത്തം അറിയപ്പെടുന്നില്ലെങ്കിലും അടുത്തറിയുന്ന ആളുകൾക്കറിയാം, കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സുപ്രധാനമായ ചില സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണെന്ന കാര്യം SKSSF രൂപീകരിച്ച ഘട്ടത്തിൽ വളരെ ചെറിയ ഒരു സംഘടനയായി രൂപീകരിക്കപ്പെട്ടതാണ്. ഗൾഫ് രാജ്യങ്ങളുമായോ ബാഹ്യലോകങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്ത ഈ സംഘടന രൂപീകരിച്ച ഉടനെ ആദ്യമായി ഗൾഫിൽ അബുദാബി സുന്നി സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ് ഒരു ഗൾഫ് കത്ത് വരികയാണ്. അതൊക്കെ ഗൾഫിലെ കത്ത് കിട്ടാൻ കൗതുകമാണ്. ആ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ, ഞങ്ങളുടെ സംഘടന നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നു, ഞങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാവിധ സഹായ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു എന്ന കത്ത് കിട്ടിയപ്പോൾ, ആ കത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ വായിച്ചപ്പോഴുണ്ടായ ആനന്ദത്തിൻ്റെ ആന്തോളനങ്ങൾ ഇന്നും വിസ്മരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് SKSSFൻ്റെ ആസ്ഥാനമായി നിലനിൽക്കുന്ന കോഴിക്കോട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഫസ്റ്റ് അബുദാബിയിൽ വെച്ച് പ്ലാൻ വരച്ച് അതിന് ക്യാഷ് ഉണ്ടാക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നേതൃത്വം കൊടുത്ത മഹാനായിരുന്നു അദ്ദേഹം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം ഉൾപ്പെടെ, നമ്മുടെ ബോംബെയിൽ ദീർഘകാലം സുന്നത്ത് ജമാഅത്തിനോട് പ്രവർത്തിച്ച ഖാദർ ബായി ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അതുപോലെ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവിക പിതാക്കളും പ്രഭാതാക്കളും മാതാപിതാക്കളും കുടുംബബന്ധുമിത്രാദികളും മഹല്ലുകൾക്ക് വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മേഖലാ സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്ന ഷമീർ, ഈ അടുത്ത ദിവസമാണ് മരണപ്പെട്ടത്, അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ റബ്ബിൻ്റെ ജന്നാത്തു നഈമിൽ അവരോടൊക്കെ ഒപ്പം, നമ്മളെ ബന്ധപ്പെട്ടവരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാനും അവിടെ വെച്ച് കാണാനും പരസ്പരം സംവദിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചിരിക്കും, SKSSFൻ്റെ കീഴിൽ എല്ലായിടത്തും ഇത്തരം ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആദർശ സമ്മേളനത്തിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ, പരിശുദ്ധമായ ദീൻ അതിനൊരു പോറലും ഏൽക്കാതെ, അതിൽ ഒന്നുപോലും വെട്ടിമാറ്റാതെ, അതിലേക്ക് എന്തെങ്കിലും അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെടാതെ, അതിൻ്റെ ഒറിജിനാലിറ്റി യൗമുൽ ഖിയാമത്ത് വരെ അള്ളാഹു കാത്ത് സൂക്ഷിക്കും, നിലനിർത്തും എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ സുവ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അത് അതേപടി പോകണമെങ്കിൽ അതിന് കാരണക്കാരായ കുറേ പ്രവർത്തകർ വേണം, സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഏറ്റെടുത്ത് നടത്തുന്ന കേരളത്തിലെ 100 വർഷം പഴക്കമുള്ള ആധികാരിക മതപണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി യുവ സമൂഹത്തിൻ്റെ ഘടകമാണ് SKSSF അഥവാ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. സ്വാഭാവികമായും സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങളും സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ നയനിലപാടുകളും അതിൻ്റെ ന്യായവശങ്ങളും മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ ഘടകത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ ഭാഗമായാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തി വരുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് ദീനിൻ്റെ യഥാർത്ഥ മുഖം എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിക്കുകയാണെങ്കിൽ പറയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിൻ്റെ ആളുകൾ ഞങ്ങളാണ് എന്ന്. മുജാഹിദിലെ വ്യത്യസ്ത ഗ്രൂപ്പ് വിഭാഗങ്ങളുണ്ട്, അവരൊക്കെ വന്ന് പ്രസംഗിച്ചാൽ ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ എന്ന് പറയും. ഇതിനർത്ഥം യഥാർത്ഥ ദീൻ സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതാണ് ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങൾ. ആ രണ്ട് അടിസ്ഥാന രേഖകൾ
മഹാന്മാരായ സ്വഹാബത്ത് മാതൃകായോഗ്യരാണ്, അവരൊക്കെ സ്വർഗവാസികളാണ്, അവരൊക്കെ നീതിമാന്മാരാണ്. ഖുർആൻ സൂക്തങ്ങൾ അവതരിക്കുമ്പോൾ അവർ ദൃക്സാക്ഷികളാണ്. നബി തങ്ങളൊരു വചനം പറയുമ്പോൾ അതിൻ്റെ സാഹചര്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. അവർ ആ ഖുർആനും ഹദീസും വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് കൈമാറിത്തന്നത് എങ്ങനെയാണോ അത് അതേപടി അംഗീകരിക്കുന്നവരുടെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാ. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ. സുന്നത്ത് എന്നാൽ ഹദീസ് എന്നാണ് അർത്ഥം. ഹദീസ് എന്നാൽ നബി തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉൾക്കൊള്ളുന്ന നബിയുടെ ജീവിത മാതൃകയാണ്. അത് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഖുർആനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഖുർആനും ഹദീസും. പക്ഷെ ഖുർആനും ഹദീസും എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഖുർആനും ഹദീസും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ ഇസ്ലാമിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ വിഭാഗങ്ങളും രംഗത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഖുർആൻ്റെയും ഹദീസിൻ്റെ ആളുകളാണ്, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണെന്ന്. അവിടെയാണ് വേർതിരിവ്. വൽ ജമാ, സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ആളുകൾ, അവിടെയാണ് അടിവരയിടേണ്ടത്. അഹ്ലു സുന്നത്തി വൽ ജമാ. ജമാഅത്ത് എന്ന സംഘം, സമൂഹം എന്നാണ്. അൽ ജമാ എന്ന് പറഞ്ഞാൽ ആ സംഘം അല്ലെങ്കിൽ ആ സമൂഹം എന്ന് വെച്ചാൽ സ്വഹാബത്താണ്. അപ്പോൾ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് എന്ന സമൂഹം എങ്ങനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് നമുക്ക് കൈമാറിത്തന്നോ ആ വ്യാഖ്യാനങ്ങൾ സഹിതം ഖുർആനും ഹദീസും അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാ. അത് അംഗീകരിക്കാത്തവരാണ്, ഖുർആൻ സ്വതന്ത്രമായി ഹദീസ് സ്വതന്ത്രമായി വ്യാഖ്യാനിച്ച് മതവിധികൾ നൽകുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള എല്ലാ ബിദ്അഈ കക്ഷികളും നവീനവാദികളും. ഇതാണ് ആ വേർതിരിവ്. ഇന്ന് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികളും, ലോകത്ത് പല കക്ഷികളും ഉണ്ടെങ്കിൽ നമുക്ക് അറിയപ്പെട്ട ചില കക്ഷികൾ കേരളത്തിലുണ്ട്. ഈ കക്ഷികളും സുന്നത്ത് ജമാഅത്തും തമ്മിലുള്ള അന്തരം പരിശോധിച്ചാൽ, ഓരോ കാര്യങ്ങൾ 1 by 1 പരിശോധിച്ച് നോക്കിയാൽ ഖുർആനും ഹദീസിനും തെളിവ് അവർക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഖുർആനും ഹദീസും തെളിവ് നമ്മളും ഉദ്ധരിക്കും. രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഖുർആനോ ഹദീസോ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആന്റെ വ്യാഖ്യാനം, ഹദീസിന്റെ വ്യാഖ്യാനം, സ്വഹാബത്ത് നൽകിയ വ്യാഖ്യാനം അനുസരിച്ചായിരിക്കും നമ്മൾ തെളിവ് പറയുന്നത്. ഇവർ ഖുർആനോ ഹദീസോ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലോ അവർ സ്വന്തമായി ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുന്നു, സ്വന്തമായി ഹദീസ് ഉദ്ധരിക്കുന്നു. ഇതാണ് അന്തരം. വ്യാഖ്യാനം സ്വഹാബത്തിലേക്ക് കൈമാറൂല, കടന്നു പോകില്ല, അവിടെ നിൽക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. പ്രകടമായി സുന്നത്ത് ജമാഅത്തിന് ഒരാൾ നമുക്ക് പുറത്തുപോയി മനസ്സിലാക്കാൻ സാധിക്കുക, നിസ്കരിക്കാൻ വരുമ്പോൾ നെഞ്ചത്ത് കൈകെട്ടുന്നതായി കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അലക്ഷ്യമായി കൈകെട്ടും. സത്യത്തിൽ നിസ്കാരത്തിൽ കൈകെട്ടുന്നിടത്തുള്ള ഈ അഭിപ്രായ വ്യത്യാസം, അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വഖത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഈ 5 നേരം നിസ്കാരം നോക്കിക്കണ്ട സ്വഹാബത്ത് നിസ്കാരത്തിൽ എങ്ങനെ കൈകെട്ടണമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ കൈകെട്ടുന്നതിനെ കുറിച്ച് ഹദീസുമുണ്ട്. ഈ ഹദീസിന്റെ കൃത്യത ഈ നബി തങ്ങളുടെ ജീവിത മാതൃകയിൽ നിന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കി നമുക്ക് ലഭ്യമാവുക. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എവിടെ കൈകെട്ടി എന്ന് ഹദീസ് പറയുന്നുണ്ട്. നെഞ്ചത്ത് കൈകെട്ടുന്ന ആളുകൾ, ആ ഹദീസ് മോശമൊന്നുമല്ല, തെളിവിന് പറ്റുന്ന ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകെട്ടി അലാ സുദ്രിഹി, അലാ സുദ്രിഹി കൈകെട്ടി. അലാ സുദ്രിഹി എന്ന വാക്കിന്റെ അർത്ഥം നെഞ്ചിന്റെ മേൽ എന്നവർ അർത്ഥം വെക്കുന്നു. ആ അർത്ഥം തെറ്റൊന്നുമല്ല. നെഞ്ചിന്റെ മേൽ കൈകെട്ടി. ഇസ്ലാമിന്റെ 2 പ്രമാണങ്ങളാണുള്ളത്. ഒന്ന് ഖുർആൻ, 2 ഹദീസ്. ഈ രണ്ടാമത്തെ പ്രമാണം ഹദീസിലുണ്ട്. നബി തങ്ങൾ കൈകെട്ടി അലാ സുദ്രിഹി, നെഞ്ചിന്റെ മേൽ കൈകെട്ടിന്നുണ്ട്. അലാ സുദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മേൽ എന്ന അർത്ഥം വെച്ചാൽ തെറ്റില്ല, ഭാഷാർത്ഥം ശരിയാണ്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളും പറയുന്നത് ഇതേ ഹദീസാണ് നെഞ്ചിന്റെ താഴെ കൈകെട്ടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകെട്ടി അലാ സുദ്രിഹി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് നെഞ്ചിന്റെ അരികെ കൈകെട്ടി, നെഞ്ചിന്റെ അടുക്കൽ കൈകെട്ടി എന്നാണ്. അതെങ്ങനെയാണ്? അലാ സുദ്രിഹി എന്ന വാക്കിന് ഭാഷയിൽ 2 അർത്ഥമുണ്ട്, പല അർത്ഥമുണ്ട്. ഞാൻ പ്രസക്തമായ 2 അർത്ഥം പറയാം. ഒന്ന് നെഞ്ചിന്റെ മേൽ, മറ്റൊന്ന് നെഞ്ചിന്റെ അരികെ. ഇത് ഏതർത്ഥം എടുക്കണം? രണ്ടും വ്യത്യാസമുണ്ടല്ലോ ആശയത്തിൽ. ഏതർത്ഥമാണ് എടുക്കേണ്ടത് എന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് നോക്കിക്കണ്ട സഹാബത്ത് എങ്ങനെയാണോ കൈകെട്ടിയത്, അവരെവിടെ കൈകെട്ടണമെന്നാണോ പഠിപ്പിച്ചതെങ്കിൽ അതാണ് അതിൻ്റെ യഥാർത്ഥ ആശയം. അതിന് ഭാഷാപരമായി യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് തെളിവ് സുവ്യക്തമായി. അവിടെയാണ് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. അലാ സുദ്രിഹി എന്ന ഭാഷയിൽ നെഞ്ചിന്റെ മേൽ കൈകെട്ടി എന്ന് പറയുന്നത് പോലെ തന്നെ അലാ സുദ്രിഹി നെഞ്ചിന്റെ അരികെ എന്ന അർത്ഥമുണ്ട്, നെഞ്ചിന്റെ അടുക്കൽ. ഇപ്പൊ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, മുനാഫിക്കുകളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന ഖുർആൻ സൂക്തമുണ്ട്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബരി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. നബി, നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. അലാ അഹദിൻ മിൻഹും മാത അബദാ, ആ കപടന്മാരിൽ മരിച്ചുപോയ ആളുകൾ നിങ്ങൾ നിസ്കരിക്കണ്ട, മയ്യിത്ത് നിസ്കരിക്കണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. വലാ തഖും അലാ ഖബരിഹി,
അവൻ്റെ ഖബറിൻ്റെ അരികിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ച കൂട്ടരാണവർ. മാത്തൂവഹും ഫാസിഖൂൻ, ദുർമാർഗികളായി മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണ്ട. അപ്പം ഈ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ, അവരിൽ മരിച്ചവർക്ക് മയ്യിത്ത് നിസ്കരിക്കണ്ട. വലാ തഖും, നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അലാ ഖബരിഹി, അലാ സുദ്രിഹി എന്ന ആ വാക്ക് അലാ ഖബരിഹി, അവൻ്റെ ഖബറിൻ്റെ അരികിൽ നിന്ന് അർത്ഥം. അല്ലെങ്കിൽ അലക്ക് മേൽ എന്ന് മാത്രമാണ് അർത്ഥമെങ്കിൽ അലാ ഖബരിഹി, അവൻ്റെ ഖബറിൻ്റെ മേൽ കയറുന്ന് പ്രാർത്ഥിക്കേണ്ടതല്ല. അങ്ങനെ പറയില്ലോ, കാരണം ഖബറിൻ്റെ മേലെ കയറുന്ന ആരും പ്രാർത്ഥിക്കാറില്ല, കയറാനും പാടില്ല. അപ്പോൾ അലാ ഖബരിഹി ഇവിടെ ഖബറിൻ്റെ അരികിൽ നിന്നാണ്. അത് മുജാഹിദിൻ്റെ ഖുർആൻ പരിഭാഷ നോക്കിയാലും അർത്ഥം കാണാൻ പറ്റും. ജമാഅത്തുകാരെ ഖുർആൻ പരിഭാഷ നോക്കിയാലും കാണാൻ സാധിക്കും. അവിടെ അലാ ഖബരിഹി എന്നാണ് ഖബറിൻ്റെ അരികെ, ഖബറിൻ്റെ അടുക്കൽ എന്ന അർത്ഥം. അപ്പോൾ അലക്ക് രണ്ട് അറിയപ്പെട്ട അർത്ഥം, അരികിൽ എന്ന അർത്ഥമുണ്ട്, മേലെന്നും അർത്ഥമുണ്ട്. എന്നാൽ വിശദമായി ഹദീസുകൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടി ഇന്ദ സുദ്രിഹി എന്ന ബസ്സാറിന്റെ റിപ്പോർട്ടിൽ കാണാമെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിൽ പറയുന്നു. ഇന്ദ സുദ്രിഹി എന്നാണ് അർത്ഥം, നെഞ്ചിന്റെ അടുക്കൽ എന്ന് തന്നെയാണ്, അവിടെ മേൽ എന്നർത്ഥമല്ല. അപ്പോൾ ഹദീസിന്റെ ഒരു റിപ്പോർട്ടിൽ മേൽ എന്നും അടുക്കൽ എന്നും അർത്ഥം പറയാവുന്ന വാക്കുണ്ട്. മറ്റൊരു ഹദീസിൽ പറയുന്നു ഇന്ദ സുദ്രിഹി, നെഞ്ചിന്റെ അടുക്കൽ എന്ന് തന്നെ കൃത്യമായി പറയുമ്പോൾ സ്വഹാബത്ത് മുഴുവൻ നെഞ്ചിന്റെ അടുക്കൽ കൈകെട്ടലാണ് രീതി എന്ന് പഠിപ്പിക്കുമ്പോൾ സുവ്യക്തമാണ് നെഞ്ചിന്റെ അടുക്കലാണ് കൈകെട്ടുന്നത്, പൊക്കിളിന്റെ മീതെയാണെന്ന് മറ്റ് ഹദീസുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഞാൻ സുന്നത്ത് ജമാഅത്തിന് പ്രത്യേകത പഠിപ്പിച്ചതാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഹദീസ് തന്നെ അംഗീകരിക്കുന്നത്, ഖുർആൻ തന്നെ അംഗീകരിക്കുന്നത്. പക്ഷെ ആ ഖുർആനും ഹദീസിനും സ്വഹാബി വര്യന്മാർ എന്താണോ കൊടുത്ത വിശദീകരണം സൂക്ഷ്മമായി പരിശോധിച്ച് അവർ നൽകിയ വിശദീകരണം അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്ത്. മറിച്ചുള്ള വിഭാഗങ്ങളോ സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിക്കുന്നു, സ്വതന്ത്രമായി ഹദീസുകൾ വ്യാഖ്യാനിക്കുന്നു. അവർ അപകടകരമായ മാർഗത്തിലേക്ക് വഴിതെറ്റി നരകത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നു. ഇതാണ് പ്രശ്നം. ഇത് വളരെ ഗൗരവതരാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും നമ്മുടെ ആഖിറത്തിൻ്റെ രക്ഷ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പരാജയം തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഈ സുന്നത്ത് ജമാഅത്ത് നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനമാണ്. മറ്റു വിഷയങ്ങളെ പോലെ നിങ്ങൾ കാണരുത്. നിസ്കരിക്കാത്ത വലിയ കുറ്റ. ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ തല വെട്ടണം എന്ന ഇസ്ലാമിൻ്റെ വിധി. അതിൻ്റെ ഗൗരവം നോക്ക്. വ്യഭിചരിച്ചാൽ വിവാഹത്തിനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന ഇസ്ലാമിൻ്റെ വിധി. മദ്യപിച്ചാൽ അടിക്കണം എന്ന ഇസ്ലാമിൻ്റെ വിധി. അതൊക്കെ ശരി, അതൊക്കെ തെറ്റുകളാണ്. പക്ഷെ ആ തെറ്റുകളെക്കാളൊക്കെ ഗൗരവതരമാണ് ഒരാൾ തെറ്റായ ആദർശത്തിലേക്ക് വഴുതി പോകൽ. നമ്മൾ നിസ്സാരമായി കാണും. ചില ആളുകൾ ചോദിക്കും, മുസ്ലിം ഐക്യം വേണ്ടേ, നമ്മൾ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയാൻ പാടുണ്ടോ? പൊന്നു സഹോദരന്മാരെ, മുസ്ലിം ഐക്യം വേണം. ഐക്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കണം. മുൻകാലത്തും ഈ ഐക്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും മുസ്ലിം ഐക്യത്തിൽ വേണം. അതെവിടെ? നമ്മൾ വോട്ട് ചെയ്യുന്ന മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷം ഒരുമിക്കണം. പൊതുവായ കാര്യത്തിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ, പൊതുവായ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആദർശ രംഗത്ത് ഒരു എക്സ്ക്യൂസും പാടില്ല. നമ്മുടെ ആദർശത്തിൽ ഒരു കോംപ്രമൈസും പോകാൻ പറ്റില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ അവരെയും പറയണ്ട, ഇവർ നമ്മളെയും പറയണ്ട എന്ന ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചാൽ ഒരു സംശയവും വേണ്ട, അടുത്ത തലമുറ വഴിമാറിപ്പോകും. വളരെ പെട്ടെന്ന് സുന്നത്ത് ജമാഅത്ത് വ്യതിചലിച്ചു പോകും. കാരണം ചില പ്രത്യേക കാരണങ്ങളുണ്ട്, ഹദീസുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തും വിദഈ പ്രസ്ഥാനങ്ങൾ തമ്മിൽ സമരസപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വന്നാൽ അവരെ ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകും. കാരണം ഈ ബിദഅത്ത് ഒരു വിഷബീജമാണ്, മാരകമായ സാംക്രമിക രോഗമാണെന്ന് ഹദീസുൽ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് പോകും, പോയാൽ തിരിച്ചു വരൂല്ല. അതൊക്കെ ഹദീസിലുണ്ട്. നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെടും. നമ്മുടെ മക്കളെ കൂടി നമ്മൾ കാത്തുരക്ഷിക്കണം. നമ്മുടെ മക്കളെ കാത്തുരക്ഷിച്ചാലേ ഈ മക്കൾ അടുത്ത തലമുറയ്ക്ക് ഈ ആദർശം കൈമാറൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആദർശം വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ നമ്മുടെ ബാധ്യതയാണ് സഹോദരന്മാരെ. കാരണം നമ്മുടെ ആഖിറം രക്ഷപ്പെടും. ദുനിയാവ് കുറച്ച് കാലാണ്. മരിച്ചു പോയാൽ അപ്പുറത്തെ ആഖിറത്താണ് യഥാർത്ഥ ജീവിതം. മാത്രമല്ല മരിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് പിശാചിന്റെ ശല്യമൊക്കെ ഒഴിവായി കിട്ടണമെങ്കിൽ യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ മഹാത്മാക്കളുടെ സഹായം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തെറ്റായ ഏത് പ്രസ്ഥാനങ്ങൾ വന്നാലും അവർക്കതിൽ കണിശമായ നിലപാട് സ്വീകരിക്കുന്നതും അവരെ പഠിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടു. ആ പശ്ചാത്തലത്തിലാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ട 1920കളിൽ വലിയ ദാരിദ്ര്യവും സാമ്പത്തികമായ കഷ്ടപ്പാടുകളുമൊക്കെ മലബാറിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനും പാവപ്പെട്ട ജനങ്ങൾക്ക് കരുത്തേകാനും അവർക്ക് വീടുകൾ വെച്ച് കൊടുക്കാനും അല്ല സമസ്ത ശ്രമിച്ചത്. അതൊക്കെ ആവശ്യമാണ്.
വളരെ അത്യാവശ്യം ആദർശ രംഗത്ത് ഈ മനുഷ്യരെ, ഈ മുസ്ലിം സമൂഹത്തെ ബിദഅത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തണം. അതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ദീനാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പ്രതിരോധിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി പിന്നീട് വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് കൃത്യമായി മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഇന്നത്തെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാകേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാർട്ടിയാണ്. കൂടുതൽ ആളുകളൊന്നുമില്ല, പക്ഷെ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ആളുകളെ വശീകരിക്കാനും ആളുകളെ കൂടെ നിർത്താനും അതിനുള്ള ഏത് തന്ത്രങ്ങളും ഏത് കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ലാന്ന് തോന്നും. ജമാഅത്തെ ഇസ്ലാമി നല്ല ആളുകളാണ്, എല്ലാവരോടും സഹകരിക്കും, എല്ലാവരോടും ലോകം പറയും, എല്ലാവരുടെ കൂടെ നിസ്കരിക്കും, എല്ലാവരോടും നോമ്പെടുക്കും, മുജാഹിദിനെ ഭ്രഷ്ടൊന്നും കൽപ്പിക്കില്ല. മഹാന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സുന്നി യുവജന സംഘത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം വഫാത്തായ സമയത്ത് പ്രിയങ്കരനായ ജസീൽ കമാലി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിന്റെ അന്നത്തെ കേരള അമീർ സജീവമായി രംഗത്ത് വന്നു. അന്നാകട്ടെ ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ സുന്നി ആദർശത്തിന്റെ തീവ്രവാദിയാണ്. മുജാഹിദ് ജമാഅത്തുമായി സന്ധിയില്ലാ സമരം നടത്തിയ പ്രമുഖനായ നായകനായിരുന്നു. ഒരു വിട്ടുവീഴ്ച അവരുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ആ ഹസൻ മുസ്ലിയാരെ കുറിച്ച് മുശ്രിക്ക് എന്നാണ് അവർ പറയുന്നത്. നേരത്തെ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി എന്ത് ചെയ്തു? ഹസൻ മുസ്ലിയാർ മഹാനായ രോഗശൈലിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കത്തയച്ചു, അസ്ലിം തസ്ലം, വാട്സപ്പ് മെസ്സേജ് കൊടുക്കാവുന്ന വഴിയില്ലല്ലോ, നിങ്ങൾ മുസ്ലിം ആകണം, എന്നപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടും, നിങ്ങളെ പിൻഗാമികൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കത്തയച്ചാൾ ഇപ്പൊ മുശ്രിക്കായി മരിക്കാൻ പോവാണ്, വേഗം മുസ്ലിം ആയിക്കോ പറഞ്ഞത്. ഏതാ കേസി ഈ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ എന്താണ് ചെയ്തത്? അമീർ ചെയ്ത് മയ്യിത്ത് നിസ്കാരത്തിന് മുന്നിൽ പോയിരുന്നു, അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു, ഹസൻ മുസ്ലിയാർക്ക് പുറത്തു കൊടുക്കണേ, സത്യത്തിൽ മുശ്രിക്കുകൾ കൊണ്ട് പൊറുക്കലും തേടാൻ പാടില്ല. ഞാൻ ഓർക്കുകയാണെന്ന് പ്രബോധത്തിൽ ഞാൻ വായിച്ചു, ഒരു ചോദ്യം വന്നു. മുശ്രിക്കുകളാണെന്ന് നമ്മൾ പറയുന്ന, ഷിർക്ക് പ്രചരിപ്പിക്കുന്നു നമ്മൾ പറയുന്ന ഒരു വിഭാഗത്തിന്റെ ലീഡർഷിപ്പിലുള്ള ഇ കെ ഹസൻ മുസ്ലിയാർ മരിച്ചപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ അമീർ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു, അദ്ദേഹത്തിന് വേണ്ടി ദോഷം പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിച്ചു എന്ന്? അതിന് മറുപടി ഇസ്ലാം പറയുന്നത് ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്നാണ് ഖുർആൻ പറയുന്നത്. ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത് തന്ത്രപരമായിട്ടാണ്. ഈ വലിയൊരു ജനാവലി അംഗീകരിക്കുന്ന നേതാവാണ് ഇ കെ ഹസൻ മുസ്ലിയാർ. അപ്പൊ അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ആളുകളെ നമുക്ക് വശീകരിക്കാൻ സാധിക്കും. ഞാൻ ആ പദപ്രയോഗം അതുപോലെ വിചാരിക്കുന്നത്, ആശയം എന്ന് പറയുന്നത് ജനങ്ങളെ കൂടെ നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് അമീർ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത്. നോക്ക് നിങ്ങൾ, അവരുടെ ശൈലിയത പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പം കാണൂല, പക്ഷെ മഹാ അപകടകാരികളാ. ഞാൻ വ്യക്തിപരമായി അവർ അപകടകാരികൾ, അവരുടെ ആശയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നൊക്കെ പറയുന്ന പോലെ പഴയകാലത്തെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ലീഡർഷിപ്പുള്ള ആളല്ല. ഈ പറയുന്ന അബുൽ ആല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മരിച്ച് നമ്മളൊക്കെ ഒപ്പം ജീവിച്ചുകൊണ്ട് മരിച്ചതാ. ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് SSLC ഒക്കെ പാസ്സായ ശേഷം ദർസിൽ 2 കൊല്ലം പഠിച്ച് ഒരു ദിവസം പത്രം വായിക്കുമ്പോൾ അബുൽ ആല മൗദൂദി അന്തരിച്ചു എന്ന വാർത്ത വായിക്കുന്നത്. 1979 അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, പഴയ കാലത്തെ മശായിഖുമാരിൽപ്പെട്ട ആൾക്കാരെന്ന് വഴിതെറ്റിപ്പോയ ആളൊന്നുമല്ല. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് അപകടകരമായ വലിയ ആശയങ്ങളുണ്ട്. വലിയ പാണ്ഡിത്യണ്ടായിട്ടില്ല, പാണ്ഡിത്യത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. വലിയ അപകടകരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് കേരളത്തിൽ എന്നല്ല ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിൽ ആരും പറയാത്ത, പൂർവികരൊന്നും പറയാത്ത ഒരു പുതിയ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മാത്രമല്ല, ലോകത്ത് ഇന്നും നിലവിലെ ഇഖ്വാൻ മുസ്ലിം ഉണ്ട്, മുസ്ലിം ബ്രദർഹുഡ്, അവർക്കും രാഷ്ട്രീയമാണ് ലക്ഷ്യം. പൂർവ്വകാലത്ത് ഖവാരിജ് പ്രസ്ഥാനമുണ്ട്, അവർക്കും രാഷ്ട്രീയം ലക്ഷ്യമാക്കി ഒരുപാട് സംഘടനകൾ ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ, സൈദ്ധാന്തികമായി ഇസ്ലാമിൽ 4 സാങ്കേതിക പദങ്ങളുണ്ട്. ഒന്ന് ഇലാഹ്, മറ്റൊന്ന് റബ്ബ്, ഇബാദത്ത്, ദീൻ. ഈ 4 വാക്കുകൾ, ഇതാണ് ഇസ്ലാമിലെ മൂലമായി അടിസ്ഥാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ ദീനൊക്കെ കിട്ടി. ഈ 4 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ ദീനും കിട്ടൂല, ഇസ്ലാമും കിട്ടൂല, തൗഹീദും കിട്ടൂല, ശിർക്കും മനസ്സിലാകൂല. അങ്ങനെ തന്നെ ആൾ എഴുതി. ഞാൻ ആ വാചകം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം എഴുതിയത് ഈ പ്രമുഖ പണ്ഡിതനായ യൂസുഫ് ബിൻ നൂരി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് എഴുതിയത് അർബഉ മുസ്തലഹാത്തിൻ അസാസിയ ലിൽ ഖുർആൻ
4 ഖുർആനിലെ അടിസ്ഥാനപരമായ വാക്കുകൾ. മൻ അറഫഹ അറഫൽ ഖുർആൻ, അത് 4 മനസ്സിലാക്കിയാൽ ഖുർആൻ മനസ്സിലായി. വമല്ലം യാരിഫ് ഹലം യാരിഫിൽ ഖുർആൻ, അതില്ലെങ്കിൽ ഖുർആൻ അറിയില്ല. വലം യാരിഫ് തൗഹീദ, തൗഹീദ് അറിയില്ല. വലം യാരിഫ് ഷിർക, ഷിർക്ക് അറിയില്ല. വലം യാരിഫ് അന്നൽ ഇബാദുല്ലാഹി വഹദ, അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യണമെന്ന് അറിയില്ല. നേരത്തെ വമൻ ഖഫിയത്ത് അലൈഹി മുസ്തലഹാത്ത്, ഈ 4 സാങ്കേതിക വാക്കുകൾ ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഖഫി അലൈഹി ഫഹ്മുൽ ഖുർആൻ, ഖുർആൻ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. വൈൻകാന മുഅ്മിനാണെങ്കിലും റഗ്മി മിൻ കൗനിഹി മുഅ്മിനൻ, അവൻ മുഅ്മിനാണെങ്കിൽ കൂടി യകൂൻ നാഖിസുൽ അഖീദ, അവന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഭംഗം വരും. വൽ അമലിനും ഭംഗം വരുമെന്ന് അദ്ദേഹം തന്റെ ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹീൻ എന്ന പുസ്തകത്തിന്റെ പേജ് നമ്പർ 13 എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരാരും പറയാത്തൊരു പുതിയ വിഷയമാണിത്. ഇസ്ലാമിൽ നമ്മൾ എത്രയോ കാലം നമ്മൾ ആളുകൾക്ക് പഠിച്ചിട്ടുണ്ട്, ലോകത്തെ മുസ്ലിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടായി. ഈ 13 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പുതിയ ആശയം കൊണ്ടുവന്നത്. ഈ 4 വാക്കുകൾ പഠിക്കണം, അപ്പോഴാണ് ഖുർആനും ഇസ്ലാമും പഠിക്കുക. കാരണം അതിനൊക്കെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് എന്ന് കാര്യങ്ങൾ വിശദമായി പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തിൽ ഈ കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹം മാത്രമാണ് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആള്. ഇത് ഒരു കൂട്ടർക്കും നമ്മുടെ അടുത്ത കാലഘട്ടങ്ങളും ജീവിച്ച ആർക്കും ഈ കാര്യം പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് അദ്ദേഹം കാരണമൊക്കെ പറയുന്നുണ്ട്. കാരണത്തിലേക്ക് പോകുമ്പോൾ സമയം വൈകും. അദ്ദേഹം പറഞ്ഞു, ഈ 2 കാരണങ്ങളാൽ പിൽക്കാലത്ത് നിന്ന ഭാഷാകൃതികളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും തഫ്സീർ, ഖുർആൻ തഫ്സീറുകളും മിക്ക ഖുർആനിക പദങ്ങളും അവയുടെ മൗലികമായ ഭാഷാർത്ഥങ്ങൾക്ക് പകരം അന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അർത്ഥങ്ങളിൽ വിശദീകരിച്ചു തുടങ്ങി. അത്രമാത്രം പഴയ കാലത്ത് മനസ്സിലാക്കി ഇങ്ങനെ പോരുന്ന പാരമ്പര്യമായി പോരാന്നല്ലാതെ ഖുർആൻ മുഫസ്സിറുകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഇതിന്റെ ആശയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ നേരെയുള്ള അവസ്ഥ എന്താണ് അദ്ദേഹം പറയുന്നത്? അൽ വാഖി, യഥാർത്ഥം അന്നഹു ലി ഖഫാഇ ഹാദിഹിൽ മആനി, ഈ അർത്ഥം മുസ്ലിങ്ങൾക്ക് മൊത്തം മനസ്സിലാക്കാതിരുന്നപ്പോൾ ഖഫി അലന്നാസി സലാത്തു അർബഅ ദീൻ, ദീന്റെ 4/3 ഭാഗം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ബൽ ഖഫിയത്ത് അലൈഹിം റൂഹുൽ, എന്നല്ല ഇസ്ലാമിന്റെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. വമിൻ അജ്ലി ദാലിക, അക്കാരണത്താൽ നറ, നമുക്ക് കാണാൻ സാധിക്കും, ഫി അഖായിദിഹിം വഅമാലിഹിം നഖ്സൻ, അവരുടെ വിശ്വാസവും അഖീദയും അവരുടെ അമലും ഒക്കെ പഴച്ചു പോയിട്ടുണ്ട്. അതിൽ ന്യൂനത വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ പുതിയ കാഴ്ചപ്പാടാ. ലോകത്ത് അടിസ്ഥാനപരമായി ഇസ്ലാം 4 പദങ്ങളെ പഠിക്കേണ്ടത്. ഒന്ന് ദീൻ, പിന്നെ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീന്. ഇതാർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഖുർആൻ മുഫസ്സിറുകൾക്ക് പോലോ ഭാഷാ പണ്ഡിതന്മാർക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ലോക മുസ്ലിം ജനസമൂഹത്തിന് ദീനിന്റെ 4/3 ഭാഗം നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ദീനിന്റെ 4/3 ഭാഗം നഷ്ടപ്പെട്ട ആളുകളാണ്. ഈ തരത്തിൽ പുതിയ തിയറി കൊണ്ടുവന്നിട്ട്, പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊറ്റ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു പറയാം. 1 ഇബാദത്ത്. ഇബാദത്ത് എന്നാൽ ലോക ചരിത്രത്തിൽ ഒരാളും പറയാത്ത പുതിയൊരു വിശദീകരണം അദ്ദേഹം കൊടുത്തു. ഇബാദത്ത് എന്നാൽ എല്ലാ പൂർവ്വകാല മുഫസ്സിറും രേഖപ്പെടുത്തി വെച്ച അർത്ഥമുണ്ട്. അഖ്സ ഗായത്തിൽ ഹുദൂ വതദല്ലുൽ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇദ്ദേഹം കൊടുത്ത വിശദീകരണം, ഇബാദത്ത് എന്നാൽ ആരാധന, അനുസരണം, അടിമവേല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളും അനുസരിക്കപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെതല്ലാത്ത ഭരണകൂടത്തെ അനുസരിക്കപ്പെടാൻ പാടില്ല. അതേ അവിടേക്കാണ് കൊണ്ടുവരുന്നത്, ഭരണകൂടത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെതല്ലാത്ത ഭരണകൂടത്തെ അനുസരിക്കപ്പെടാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ എതിര് ചെയ്താലും മുശ്രിക്കാവും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരു ഭരണകൂടത്തെ അനുസരിക്കപ്പെടാൻ പാടില്ല. അനുസരിച്ചാൽ ആൾ മുശ്രിക്കാവും. വളരെ അപകടകരമായ ആശയം, ലോക ചരിത്രത്തിൽ ആരും കൊണ്ടുവരാത്തൊരാശയം. നമ്മൾ ഈ കാണുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയം. എന്നിട്ട് അവർ പറഞ്ഞു പഠിപ്പിച്ച ആശയങ്ങൾ പുതിയ ജനറേഷന് അറിയില്ല. എന്തൊക്കെ ഗുരുതരമായ ആശയങ്ങളാണ് പഠിപ്പിച്ചത്. കാരണം ഈ ഗവൺമെന്റിന് അനുസരിച്ചാൽ ഷിർക്കാവൂല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെക്കാനാണ് ഈ ഇലാഹ്, ഈ ഇബാദത്ത്, ഈ ദീന്, ഈ റബ്ബിന് പുതിയ അർത്ഥമാണ് ഉണ്ടാക്കി തീർത്തത്. ഞാൻ പറയട്ടെ, ഇബാദത്തിന് ആരാധന, അനുസരണം, അടിമവേല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല എന്ന് ലോക ചരിത്രത്തിൽ അബുൽ അഅല മൗദൂദി എന്ന 979 മരിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് മുമ്പ് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി ഏതെങ്കിലും ഒരു തെളിവിന്റെ ശകലമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുക? കൊണ്ടുവരാൻ കഴിയില്ല. പുതിയ ഗവേഷണം, പുതിയ ചിന്താഗതി. എന്നിട്ട് ഈ സിദ്ധാന്തം പുതിയ അർത്ഥം പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല, അല്ലാഹു അല്ലാത്ത ഗവൺമെന്റിനെ അനുസരിക്കപ്പെടാനും പാടില്ല. അപ്പൊ ഇന്ത്യ ഗവൺമെന്റോ? ഇന്ത്യ ഗവൺമെന്റിനെ അനുസരിക്കാൻ പാടില്ല. ഇന്ത്യ ഗവൺമെന്റ് അനുസരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണെങ്കിൽ മുശ്രിക്കാവും. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ചു, അവർ എഴുതി വെച്ചു, ജമാഅത്തെ ഇസ്ലാം പഠിപ്പിച്ചു, ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കൽ ഷിർക്കാണ്.
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ശിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ശിർക്കാണ്, സർക്കാർ ജോലി സ്വീകരിക്കൽ ശിർക്കാണ്, എയ്ഡഡ് അൺഎയ്ഡഡ് മേഖല വിദ്യാഭ്യാസം നടത്തൽ ശിർക്കാണ്, സർക്കാർ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കൽ ശിർക്കാണ്, ഇന്ത്യയിലെ കോടതികളെ സമീപിക്കൽ ശിർക്കാണ്. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ചതാണ്. അബുലാല മൗദൂദി ആശയം അവരുടെ വാരികകളിലൂടെ അവരുടെ പുസ്തകങ്ങളുടെ നിരന്തരം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഒ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിൽ പിൻവാങ്ങിയ ശേഷം അദ്ദേഹം പ്രസംഗിച്ചിരുന്നു, എഴുതിയിരുന്നു, ഞങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചത് ഇന്ത്യൻ തപ്പാൽ കാർഡിലൂടെയാണ്. കാരണം ഗവൺമെന്റിനോട് സഹകരിക്കാൻ പാടുന്നത് ശിർക്കാണ്. ഈ തപ്പാൽ കാർഡും ഗവൺമെന്റ് അല്ലേ, ഇന്ത്യ ഗവൺമെന്റ് അല്ലേ? അപ്പൊ അതിൽ കത്തയച്ചുകൊണ്ട് നിങ്ങൾ രാജിവെക്കുന്ന ആ ഒരു ഷിർക്ക് ചെയ്തുകൊണ്ടാണ് കത്തയക്കുന്നത്, ഷിർക്ക് ഇന്ന് പിൻവാങ്ങാൻ. ഇത്തരം അപകടകരമായ ആശയങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഷിർക്കൊക്കെ പിൻവലിച്ചു. ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറഞ്ഞ മൗദൂദി പറഞ്ഞ് അവർ പഠിപ്പിച്ച അർത്ഥം പൂർണ്ണമായും പിൻവലിച്ചേ തീരൂ എന്ന് മനസ്സിലാക്കി ഈ കഴിഞ്ഞ വർഷം ഭരണഘടന സമ്പൂർണ്ണമായി ഭേദഗതി ചെയ്തു. അതിനുമുമ്പ് തന്നെ ആശയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരിതൊക്കെ തിരുത്തി പറഞ്ഞു. അവർ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കൽ തൗഹീദാണ്, ശിർക്കല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ശിർക്കല്ല, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ശിർക്കല്ല, ഇന്ത്യയിൽ ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ശിർക്കല്ല, ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടുപോകൽ ശിർക്കല്ല, ഇന്ത്യയുടെ കോടതിയിൽ കേസ് കൊടുക്കൽ ശിർക്കല്ല. ഇതൊക്കെ തിരുത്തി പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ തന്നെ നമുക്ക് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നോളം ലോകത്ത് ചേഞ്ച് ആയിട്ടില്ല. അമ്പിയാക്കൾ അമലുകൾ മാറ്റം വന്നിട്ട് ശരീഅത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നൂഹ് നബിന്റെ കാലത്തുള്ള ശരീഅത്തല്ല മൂസ നബിന്റെ കാലത്ത്, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ശരീഅത്തല്ല നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശരീഅത്തിൽ മാറ്റം ഉണ്ട്. ആശയത്തിൽ, ആദർശ വിശ്വാസത്തിൽ ചേഞ്ചില്ല, ഒരു മാറ്റമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് കാലത്ത് പഠിപ്പിച്ചു, അതിൽ അർത്ഥത്തിൽ മാറ്റമില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അർത്ഥം പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അനുസരിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് അർത്ഥം മാറ്റം വരുത്താതെ തന്നെ ഇത് ഷിർക്കൊക്കെ ആണെന്ന് പഠിപ്പിച്ച് വീണ്ടും ഷിർക്കല്ലാതാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ കൗതുകം, ആ ഷിർക്ക് ചെയ്യാൻ വേണ്ടി, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി, ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിരോധാഭാസം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചത് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ പാർട്ടി വന്ന ഉടനെ പ്രഖ്യാപിച്ചു, ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല, അത് രാഷ്ട്രീയത്തിന്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണെന്ന്. അവർക്ക് ദീർഘദർശനം നോക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മതസംഘടന അവകാശപ്പെടാൻ പോലും കഴിയാത്ത വിധം ജമാഅത്തെ ഇസ്ലാമി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ എല്ലാം ജമാഅത്തെ ഇസ്ലാമി മാറ്റി, ആശയം മാറ്റിയിട്ടില്ല, പ്രവൃത്തി പാത്തിൽ എല്ലാം മാറ്റി പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്താ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, പണ്ടൊരു കുട്ടി ചോദിച്ചാൽ മൽ ഫർഖു ബൈനൽ ഇൻസാനി വ ശൈത്താൻ എന്ന് കുട്ടി ഉസ്താദിനോട്, ഉസ്താദ് ശൈത്താനും മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. ഉസ്താദിന് പെട്ടെന്നൊരു ആൻസർ പറയാൻ കഴിഞ്ഞില്ല. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് രണ്ടും. എടാ, ശൈത്താന്റെ കാല് നേരെ കിഴക്കോട്ടായിരിക്കും, മനുഷ്യന്റെ കാല് നേരെ പടിഞ്ഞാട്ടായിരിക്കും എന്ന് പറഞ്ഞു. വേറെന്താ സാറേ വ്യത്യാസം എന്ന് ചോദിച്ചു. എടാ, ഇൻസാന്റെ മുഖം നേരെ പടിഞ്ഞാട്ടായിരിക്കും, ഷെയ്ത്താന്റെ മുഖം നേരെ കിഴക്കോട്ടായിരിക്കും. വേറെന്താ ഉസ്താദ് വ്യത്യാസം? ഇതൊക്കെ പടിഞ്ഞാട്ടും കിഴക്കോട്ടും. അപ്പൊ ഉസ്താദ് ചോദിക്കുന്നോട് കുട്ടി ചോദിച്ചു, എന്നാ ഉസ്താദെ ആ ഷെയ്ത്താനുകൾ തിരിഞ്ഞാ പോരെ, എന്നാ ഇൻസാനാവൂലേ എന്ന് ചോദിച്ചു. ഈ പറഞ്ഞ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ അവസ്ഥ. ഈ പറഞ്ഞ ഷിർക്കൊക്കെ മാറ്റി പറഞ്ഞു. കേവലം നിലനിൽപ്പിന് വേണ്ടി, യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് തന്റെ വിശ്വാസം, എന്ത് പ്രതിസന്ധികൾ വന്നാലും വിശ്വാസത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ, തൗഹീദിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ, തൗഹീദിന്റെ ആശയത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. അത് പ്രകടമായി മാറ്റം വരുത്തിയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്ന് മാത്രമല്ല, വളരെ അപകടകരമായ ഒരുപാട് ആശയങ്ങൾ അവർക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അബുൽ അഅ്ല മൗദൂദി എഴുതിയ പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹൻ. ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനം ഇവരുടെ സാഹിത്യ വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മലയാള പുസ്തകത്തിൽ പോലും കാര്യം അങ്ങനെ തന്നെ പരിഭാഷ കൊടുത്തിട്ടുണ്ട്. അറബി പുസ്തകത്തിൽ കൊടുത്ത പരിഭാഷ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് അപകടകരമായ ആശയ. ഖുർആൻ സൂറത്തുൻ നസ്ർ എന്ന സൂറത്തുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇതാ വിജയം വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സഹായക്കെട്ട് മുസ്ലിങ്ങൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, ആ ഖുർആന്റെ അവസാനം പറഞ്ഞ ഫസ്തഗ്ഫിറു നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ പൊറുക്കൽ തേടിക്കോളും, ഇന്നഹു കാന തവ്വാബ, അള്ളാഹു പുറത്തു വരും, അള്ളാഹു തൗബ സ്വീകരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നബി തങ്ങളോട് എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ അവസാനം ഖുർആനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചു, രക്ഷപ്പെട്ടു, മുസ്ലിം സമൂഹം ഉയർച്ച നേടി, വലിയ ആധിപത്യം നേടി, ഇനി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോന്നാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്. അപ്പൊ ഇതിന് അദ്ദേഹം പറയുന്നത്, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഫീ സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നസ്റിലൂടെ
ബിഅൻ യസ്തഗ്ഫിറ റബ്ബഹു, തന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ, മാ സ്വദുറ മിൻഹു, തങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ, ഫി അദാഇൽ ഫറാഇലി, നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തങ്ങൾക്ക് വന്ന അബദ്ധങ്ങൾ, അബദ്ധം എന്ന് പറഞ്ഞാൽ മിൻ തഖ്സീറാത്ത്, വീഴ്ചകൾ, വനഖായിസ്, അപൂർണതകളും ന്യൂനതകളും, തങ്ങൾക്ക് തന്റെ ഫർള് നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയതിന് പൊറുക്കലിനെ തേടാനാണ് ഖുർആനിലെ ആയത്തിൽ ഇങ്ങനെ പരാമർശപ്പെട്ടത് എന്ന് അബുൽ അഅ്ല മൗദൂദി എഴുതി വച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായ കാര്യം നിർവഹിക്കുന്നതിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീഴ്ച വന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞ പൊറുക്കലിനെ തേടാൻ പറയാന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ട് മാത്രമല്ല പൊറുക്കലിനെ തേടുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ, അല്ലാഹുവേ പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ദോഷം ചെയ്തിട്ടാ അതിന് വേറൊരു അർത്ഥമുണ്ട്. നമ്മൾ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ച് പുറത്തു വന്നു, ഗുഫ്രാനക് അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നി അൽഅദാബ വഅഫാനി, ഗുഫ്രാനക് പുറത്തു തരണേ അല്ലാഹ്. അവിടെ അർത്ഥം പറയേ, അവിടെ എന്താ അവിടെ ചോദിച്ചത്? അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നി അൽഅദാബ വഅഫാനി, ഈ മാലിന്യം എൻ്റെ വയറിൽ നിന്ന് ഒഴിവാക്കി തന്നെ എനിക്ക് വലിയ സുഖം തന്നല്ലോ പടച്ചോനെ, നന്ദി ചെയ്താൽ കഴിയില്ല, തീരൂല, അതുകൊണ്ടാണ് നന്ദി ചെയ്യാത്തിന് പുറത്തു കൊണ്ടാണ്. അങ്ങനെ ഓരോന്നിനും ഒരു അർത്ഥമുണ്ട്. ഈ ദോഷം ചെയ്താൽ മാത്രമല്ല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊറുക്കൽ തേടാൻ നബി തങ്ങൾ, നബിയല്ല മഅസൂം, ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത മനുഷ്യനാണ്. അമ്പിയാക്കൾ മുഴുവൻ ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത പരമപരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ഫബി ഹുദാഹു മുഖ്തദി, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അവരെ നമ്മൾ പിൻപറ്റാൻ യോഗ്യരാണ്. തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിൻപറ്റാൻ പറ്റുമല്ലോ, കണ്ണെത്തിമ്പി പിൻപറ്റാൻ പറ്റുമല്ലോ. ആ യോഗ്യരായ ജീവിതത്തിൽ തെറ്റും ചെയ്യാത്ത ഹബീബായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരുത്തി എന്ന് എഴുതി വെച്ചാലാണ് അബുൽ അഅ്ല മൗദൂദി. ഇത് നബി തങ്ങളെ കുറിച്ച് മാത്രമല്ല, എല്ലാ നബിമാരെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവര് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് എഴുതുന്നതാണ്. നോക്കണം, ഒക്കെ രാഷ്ട്രീയമാണ് പ്രധാനമായി സ്ഥാപിക്കുന്നത്. അതിനു വേണ്ടി വളച്ചൊടിച്ച് പറയാണ്, അതിക്രൂരനും അഹങ്കാരിയും നിർദ്ദയനും മർദ്ദകനുമായിരുന്ന ഫിറഔന്റെ പിടുത്തത്തിൽ നിന്ന് ഇസ്രായേൽ സന്തതികളെ മോചിപ്പിച്ച് മൂസ നബി അലൈഹി ഇസ്ലാമിന് ഏറെ ശ്രമകരമായ ജോലിക്കിടയിൽ അവരെ വേണ്ട വിധം സംസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. നോക്കണം, നിങ്ങൾ ഗുരുതരമായ ആരോപണം മൂസ നബിക്ക് ഉന്നയിക്കുന്നത്. ഉലുൽ അസ്മാണ് മൂസ നബി. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ 5 നബിമാര് ഈ 1,24,000 അമ്പിയാക്കൾ കൂട്ടത്തിൽ നമ്പർ 1 ആയി സെലക്ട് ചെയ്യപ്പെട്ട 5 ആളുകൾ ഉലുൽ അസ്മ, അപൂർവമായ മനോദാർഢ്യത്തിലുള്ള മനക്കരുത്തിന്റെ ഉടമകളായ മഹാപ്രവാചകന്മാരാണ്. ആ നബി തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വേണ്ട വിധം മൂസ നബിക്ക് ജനങ്ങളെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഫിറഔന്റെ അക്രമത്തിൽ ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് മൂപ്പര ശ്രദ്ധ മുഴുവൻ. അതിനാൽ അവരിൽ ഏകദൈവ വിശ്വാസം ശരിയായ വിധം വേരുറച്ചില്ല. മൂസ നബിന്റെ ജനങ്ങൾക്ക് തൗഹീദ് ശരിക്കും പഠിപ്പിച്ചിട്ടുമില്ല. നോക്ക് നിങ്ങൾ, അപകടകരമായ ആശയം അദ്ദേഹം പറയുന്നത്. അവരുടെ രാഷ്ട്രീയ മോചനത്തിലായിരുന്നല്ലോ മൂസ നബി കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. പ്രവാചകന്മാരുടെ പ്രബോധനം, പേജ് നമ്പർ 129. നോക്ക് നിങ്ങൾ പറയുന്നത്, മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാന്റെ റസൂലിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഇനി മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മൂസ നബി തങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫിറഔന്റെ കരാള ഹസ്തങ്ങൾ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ആളുകളെ തസ്കിയത്ത് ചെയ്യാനോ തൗഹീദ് പഠിപ്പിക്കാനോ വേണ്ട പോലെ സാധിച്ചില്ല, നല്ല വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഒരു മൂസ നബിയെ കുറിച്ച് മാത്രമല്ല, മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർ ജമാഅത്തെ ഇസ്ലാം പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നത് ആരാധനാ കാര്യങ്ങളല്ല. അദ്ദേഹം ആരാധനാപരമായി പരാമർശിച്ചതായി ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുമില്ല. ഇതേ പുസ്തകം പേജ് നമ്പർ 76. ഇബാദത്ത് അല്ലാഹ് റസൂൽ അതുപോലെ നോമ്പ് നിസ്കാരമൊന്നും മൂപ്പര് ശ്രദ്ധിച്ചിരുന്നില്ല. മൂപ്പര പ്രവർത്തനം രാഷ്ട്രീയ കേന്ദ്രീകൃതമായിരുന്നു. ഇതുപോലെ സകലമായ അമ്പിയാക്കളെ കുറിച്ചും ഏറ്റവും വലിയ കൗതുകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാ, ഇദ്ദേഹത്തിന്റെ അറിവിന്റെ പരിമിതിയാണ് മെയിൻ പ്രശ്നം. അബുൽ അഅ്ല നല്ല സാഹിത്യകാരൻ, നമ്പർ 1 സാഹിത്യം, ഉറുദുവിൽ നന്നായി ഒഴുക്കിൽ എഴുതാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഉപകാരം കിട്ടാമെന്ന് നിഷേധിക്കുന്നില്ല. ഇങ്ങനെ വായിച്ച ആളുകൾ, ഇസ്ലാമിൽ ആകൃഷ്ടരായ ആളുകളുടെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം അദ്ദേഹം നന്നായി അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ വഴിതെറ്റിയ ആശയമാണെന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി തന്നാൽ ഇതുപോലെ 5 പ്രഗത്ഭരായ പ്രവാചകന്മാരൊരാളാണ് ഇബ്രാഹിം നബി ഇസ്ലാം. തീകൾ എടുത്തിട്ടപ്പോ തൗഹീദിൽ ഉറച്ച ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോ ഇതാ തീയിലേക്ക് ഇടുകയാണെന്ന അവസാന സെക്കൻഡാണ്. ആ വലിയ അഗ്നികുണ്ഡം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ജ്വലിച്ച് കത്തുന്ന തീയിലേക്ക് വിറക് നിറയെ കത്തുകയാണ്. ഇടാൻ പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിച്ചിട്ട്, വല്ല അംഹൽ മിൻ ഹാജ, എന്തെങ്കിലും സഹായമാണോ? ജിബ്രീൽ മഹാ കഴിവാണ്, ഒരു സെക്കൻഡോട് വരെ തകർക്കാൻ സാധിക്കും. ജിബ്രീൽ അലൈഹി മഹാനായ മൂസ നബി അലൈഹി പറഞ്ഞത്, അമ്മ ഇലൈക ഫല, നിങ്ങളെ സഹായം എനിക്ക് ആവശ്യമില്ല. തവക്കുലിന്റെ പാരമ്യത അള്ളാഹു മതി എനിക്കുന്നുള്ള ആ ചിന്തയാണ്. നിങ്ങൾ സൃഷ്ടിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഫസൽ റബ്ബക, റബ്ബിനോട് ചോദിക്കില്ല. മൂപ്പർക്ക് അറിയാം എന്നോട് ചോദിക്കുള്ള സഹായം. നിങ്ങൾ എന്നാൽ റബ്ബിനോട് ചോദിച്ചില്ല. ഈ ഘട്ടത്തിൽ മരിക്കാൻ പോലെ കരിയാൻ പോകല്ലായിരുന്നു.
അള്ളാഹിന്റെ മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞത് ഇൽമുഹു ബിഹാലി യഗ്ഫീനി മിൻ സുആലി, എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നതിന് പകരം എൻ്റെ അവസ്ഥ എൻ്റെ റബ്ബിന് അറിയാമല്ലോ, അത് മതി എനിക്ക് റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രമാത്രം ചോദിക്കാതെ പോലും എൻ്റെ കാര്യം ഏറ്റെടുക്കുന്ന വിശ്വാസത്തിലുള്ള ആ ഉയർന്ന പദവിയിലത്തെ പ്രഗത്ഭനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ തൗഹീദിന്റെ ഉറച്ച ശബ്ദം, ലോകത്ത് തൗഹീദ് പഠിപ്പിച്ച പ്രമുഖനായ ആ മഹാനായ പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നത്? ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എഴുതുന്നത്, അദ്ദേഹം കുറേ കാലം ഷിർക്കിൽ അകപ്പെട്ടിരുന്നു, പതുക്കെ പതുക്കെയാണ് തൗഹീദിക്ക് എത്തിയത്. അത് തെളിവ് ഖുർആനിലെ ആയത്താ പറയുന്നത്. ഞാൻ ആയത്ത് ഓതി കേൾപ്പിക്കാം. അല്ല എഴുതിയത്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജനത മൊത്തം മുശ്രിക്കുകളായിരുന്നു, ബഹുദൈവവിശ്വാസികളായിരുന്നു. അദ്ദേഹം തന്ത്രപരമായി ശാസ്ത്രീയമായി ഒരു തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം പറയുന്നത്, ഖുർആൻ പറയുന്നത്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ, രാത്രിയായപ്പോൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞു വന്നു ആകാശത്ത്. ഖാല ഹാദാ റബ്ബി, ആളുകൾ ചോദിച്ചത് ഇതാണ് എൻ്റെ റബ്ബ് കേട്ടോ, നല്ല തിളങ്ങുന്ന നക്ഷത്രം, അതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. കാലത്തായപ്പോഴേക്ക് നക്ഷത്രം അസ്തമിച്ചു. ഫലമ്മ അഫല, നക്ഷത്രം അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്ന, കാണാതെ പോകുന്ന ആളുകളെ ഞാൻ ദയവായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾ ചിന്ത കൊണ്ടുവരികയാണ്. പിന്നീട് ഖുർആൻ പറയുന്നു, ഫലമ്മ റഅൽ ഖമർ ബാസിഗൻ ഖാല ഹാദാ റബ്ബി, പിറ്റേ രാത്രി ചന്ദ്രൻ പൂർണ്ണ തെളിമയോടുകൂടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഇന്നലെ നക്ഷത്രം അബദ്ധാണ്, ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. ഫലമ്മാ റഅൽ ഖമർ ഫലമ്മാ അഫല ഖാല ഇല്ലം യഹ്ദിനി റബ്ബി, ആ ചന്ദ്രനും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ, ഞാൻ വഴി തെറ്റിയ ജനങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടവും. ഇതൊന്നും റബ്ബല്ല, ഇതൊക്കെ അസ്തമിച്ചു പോകണം, ഇതൊന്നും റബ്ബാക്കാൻ പറ്റില്ല, ദൈവമാകാൻ പറ്റില്ല, ഇലാഹാൻ പറ്റില്ല, അള്ളാഹു ആകാൻ പറ്റില്ല. പിന്നീട് വീണ്ടും തീർന്നില്ല. ഫലമ്മാ റഅ ശംസ വാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, പിന്നീട് സൂര്യൻ ജ്വലിച്ചുയർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാൻ്റെ റബ്ബ്, ഹാദാ അക്ബർ, വലിയ പടച്ചവനാണ്, ഭയങ്കര സൂര്യനല്ലേ. ഫലമ്മ അഫലത്ത്, അതും അസ്തമിച്ചു പോയപ്പോൾ ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എൻ്റെ ജനങ്ങളെ, ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന, നിരന്തരം നമ്മൾ നിരീക്ഷിക്കാൻ കഴിയാത്ത ഇത്തരം ദൈവങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ശിർക്കിൽ ഞാൻ മുക്തനാണ്, ഈ ശിർക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല. ഏകദൈവവിശ്വാസം അപ്പുറത്തുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച രാജാതിരാജനായ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെ നിങ്ങൾ അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ്. അതാണ് തൗഹീദ് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യം നക്ഷത്രത്തിന് റബ്ബാന്ന് പറഞ്ഞില്ലേ, പിന്നെ ചന്ദ്രൻ റബ്ബാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ സൂര്യൻ റബ്ബാണെന്ന് പറഞ്ഞില്ലേ. ഇവരെ ബുദ്ധിപരമായി തൗഹീദിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു ആശയമാണ്. ഖുർആന്റെ തഫ്സീറുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബുൽ അല മൗദൂദി പറയുന്നത് കേൾക്കണോ? അയാൾ പറയുന്നു, ഇന്ന ഹാദിഹിൽ മനാസില ഷിർക്കിയ, ഇങ്ങനെ ഷിർക്കിൽ ചെന്നപ്പെടുന്ന ഘട്ടങ്ങൾ. ഇപ്പൊ ചന്ദ്രനാണ് ആദ്യം, നക്ഷത്രമാണ് ദൈവം എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഇബ്രാഹിം നബിക്കുണ്ട്. പിന്നെ ചന്ദ്രനാണ് ദൈവം എന്ന് പറഞ്ഞ ഘട്ടമുണ്ട്. പിന്നെ സൂര്യനാണ് ഘട്ടമുണ്ട്, ദൈവം എന്ന് പറഞ്ഞ ഘട്ടമുണ്ട്. ഇത്തരം ഘട്ടങ്ങൾ, ഷിർക്കിന്റെ ഘട്ടങ്ങൾ, ലാ ബുദ്ദ മിൻ ഹാദി ത്വാലിബിൽ ഹഖി, ഒരു സത്യം അന്വേഷിക്കുന്ന സത്യാന്വേഷകൻ അത് കൂടാതെ കഴിയില്ല. അങ്ങനെയൊക്കെ തെറ്റിൽ പെട്ടുപോകും, ഷിർക്കപ്പെട്ടു പോകും. ഖബല വസൂല തൗഹീദ്, തൗഹീദിലേക്ക് എത്തുന്നതിന് മുമ്പ് അങ്ങനെ ഷിർക്കൊക്കെ വരും. ലാ ഇബ്റത അത് പരിഗണിക്കേണ്ട, വൽ ഇബ്റത്തുൽ ഖവാത്തിം, ആഖിബത്ത് നന്നായില്ലേ നോക്കിയാൽ മതി. അവസാനം മൂപ്പർ തൗഹീദിക്ക് വന്നിട്ടുണ്ടല്ലോ, ഇത് നോക്കിയാൽ മതി. എത്ര അപകടകരമായ ആശയമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ഇത്തരത്തിൽ അപകടകരമായ ഒരുപാട് അബദ്ധങ്ങൾ, അടിസ്ഥാനപരമായ തന്നെ അബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ ആശയത്തിലുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാം ഒരു കേഡർ പാർട്ടി എന്നുള്ള എല്ലാം തുറന്നു പറയില്ലെന്ന് മാത്രം. അതിലകപ്പെട്ടു പോയാൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവും, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ വരാൻ ഒന്ന് ഹിദായത്തിന്റെ കുറവ്, മറ്റൊരു പ്രധാന കാരണത്താൽ അബുൽ അല മൗദൂദിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ല. മതപരമായി പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം പഠനം നിർത്തിയെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. വാപ്പാക്ക് സുഖമില്ലാതെ കുറച്ച് വർഷങ്ങളോളം കിടപ്പായപ്പോൾ വാപ്പാനെ പരിചരിക്കേണ്ടി വന്നു. പിന്നെ ജോലി ഒരു പത്രത്തിൽ എഡിറ്ററായി ചേർന്ന്, കാരണം പത്രത്തിൽ എഡിറ്ററാൻ പറ്റും, നല്ല ഭാഷ, ഉറുദുവിൽ നല്ല കഴിവാ. മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അറബി ഭാഷ പോലും കൃത്യമായിട്ട് അറിയില്ല. അറബി അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബേ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ സാധിക്കുക? ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് വേണ്ടേ? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ പ്രമുഖരായ ആളുകൾ ഇതിಗೆ സത്യം പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന് അടിസ്ഥാനപരം പഴവിൻ്റെ കാരണം, ഇദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെട്ട
പാകിസ്ഥാന്റെ പ്രമുഖ മതപണ്ഡിതനും ഇസ്ലാമിയ കോളേജ് മേധാവിയും അവിടുത്തെ ഷെയ്ഖുൽ ഹദീസുമായ യൂസുഫ് ബിൻ നൂരി തൻ്റെ ഉസ്താദ് അൽ മൗദൂദി എന്ന കിതാബിൽ പറയുന്നു, ലാ യുജിദുൽ ലുഗത്തുൽ അറബിയ, പാകിസ്ഥാനിൽ തന്നെ എഴുതുന്നത്, അദ്ദേഹത്തിന് അറബി ഭാഷ നന്നായിട്ട് അറിയില്ല. ലാ ഖിതാബത്തൻ, പ്രസംഗിക്കാൻ അറിയില്ല, വല കിതാബത്തൻ, എഴുതാനും അറിയില്ല, വല ഖിറാത്തൻ, വായിക്കാനോ അറിയില്ല. കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനോ പ്രസംഗിക്കാനോ സംസാരിക്കാനോ അറബിയിൽ അറിയാത്ത മൗലവിയാണ് നമ്മുടെ ഈ അബുൽ അല മൗദൂദി എന്ന് മാത്രമല്ല അദ്ദേഹം പറയും വക്കുല്ലുമാമിൻ താലിഫിഹിൽ അറബിയ, എന്നാൽ അറബിയിൽ അദ്ദേഹത്തിന് ഒരുപാട് രചനകളുണ്ട്. ഇതൊക്കെ ഫഹ മുത്തർജമിൻ ഉറുദുവിയ, ഉറുദുവിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അതൊക്കെ നിർവഹിച്ചത് അഷെയ്ഖ് മസ്ഊദ് ആലം അൻ നദവി വ തലാമീദുഹു, മസൂദ് ആലം അൻ നദവിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുമാണ് ഇതൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുത്തത്. യൂസുഫ് ബിൻ നൂരിന്റെ പുസ്തകത്തിന്റെ പേജ് നമ്പർ 15 ഇക്കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അബുൽ അല മൗദൂദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാകിസ്ഥാന്റെ പ്രമുഖമായ ഒരു പത്രം അൽ അറബി മാഗസിനിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത്, ഇന്ന മുസീബത്ത് മൗലാന അൽ മൗദൂദി, നമ്മുടെ മൗദൂദിക്ക് പറ്റിയ ഏറ്റവും വലിയ ആപത്ത് അതും മാരിഫത്തി ലോകത്തിൽ അറബിയ, അറബി ഭാഷ അറിയില്ല എന്നതാണ്. അറബി പഠിക്കാൻ അദ്ദേഹം താല്പര്യവും കാണിച്ചത്. അറബി അറിയാതെ പറഞ്ഞിട്ടില്ല മനുഷ്യൻ വഴി തെറ്റിപ്പോകും, ഇങ്ങനെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ പോലെ. ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടാണ് ഈ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതാ മൂപ്പർക്ക് തെറ്റുപറ്റിയത്. ഇതേ കിതാബിൽ അദ്ദേഹം പറയുന്നു, മറ്റൊരാശയം പറയുന്നു, ഒരിക്കൽ ഡമസ്കസിൽ വെച്ച ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക് കോൺഫറൻസിൽ ഇയാൾ വലിയ ചിന്തകനാണ് അറിയപ്പെട്ട ലോകത്ത്. അദ്ദേഹത്തെ ക്ഷണിച്ചു, ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. പക്ഷെ പ്രബന്ധം അവതരിപ്പിച്ച ഫിലോത്തിൽ ഉറുദു ഭാഷയിലാണ്. അപ്പോൾ കോൺഫറൻസിൽ പങ്കെടുത്ത ആളുകൾ അബുൽ ഹസൻ നദ്വി ഇന്ത്യക്കാരനാണ്, അദ്ദേഹത്തോട് ഇത് അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റൊരു സംഭവം ഞാൻ പറയാം. മൗലാന കെ അബൂബക്കർ ഹസ്രത്ത് സമസ്ത കേരള ജമിയുടെ മുൻ അധ്യക്ഷനാണ്. എൻ്റെ അഭിവന്ദനായ ഗുരുവരനാണ് പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തു നഈമിൽ അവരുടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ജാമിഅ നൂരിൽ ക്ലാസ് വെക്കുന്ന സമയത്ത് ഞങ്ങൾ പട്ടിക്കാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ലോകത്തെ വിവിധ പണ്ഡിതന്മാർക്ക് അറബിയിലെ മതകാര്യ വകുപ്പ് ഒരു സ്വീകരണം ഏർപ്പെടുത്തി ഹജ്ജിനോടനുബന്ധിച്ച്. അപ്പോൾ ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ കൂട്ടത്തിൽ അബുൽ അല മൗദൂദി ഉണ്ടായിരുന്നു. എല്ലാവരും ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അറബിയിൽ പ്രസംഗിച്ചു. അബുൽ അല മൗദൂദി ഉറുദുവിൽ പ്രസംഗിച്ചു. എന്നിട്ട് വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. മറ്റൊരു സംഭവം പറയാം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനുണ്ട് കെ ഉമർ മൗലവി വെളിയങ്കോട്, മരണപ്പെട്ടു പോയി. അദ്ദേഹം എൻ്റെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. 1956 ഞാൻ ഹജ്ജിന് പോയപ്പോൾ സൗദി മതകാര്യ വകുപ്പ് ഇതുപോലെ സ്വീകരണം ഒരുക്കി ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാർക്ക്. ആ സ്വീകരണത്തിൽ ഞാൻ പങ്കെടുത്തു. അബുൽ അല മൗദൂദി ഞങ്ങളൊക്കെ അറബിയിൽ നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറുദു ഭാഷയിലാണ് നന്ദി പറഞ്ഞത്. അത് പിന്നെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. മറ്റൊരു സംഭവം ഞാൻ നേരിട്ട് എൻ്റെ അനുഭവം പറയാം. 2003 ഡോക്ടർ യൂസുഫുൽ ഖർലാവി കോഴിക്കോട് സന്ദർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിനെ കൊണ്ടുവന്നത്. യൂസുഫുൽ ഖർലാവി കേരളത്തിലെ പണ്ഡിതന്മാർക്ക് താല്പര്യരായ ആളുകൾ പ്രത്യേകം ക്ഷണിച്ചിട്ട് ഒരു മുഖാമുഖം അവസരം ഒരുക്കിയിരുന്നു. ആ മുഖാമുഖ അവസരത്തിൽ വിനീതിന് പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ പങ്കെടുത്ത് ചോദ്യം ഉത്തരമൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് ബന്ധപ്പെട്ട് പ്രബോധനത്തിൽ അത് സംബന്ധിച്ച വിശദീകരണം വന്നു. വിശദീകരണം എങ്ങനെ വന്നു വെച്ചാൽ യൂസുഫുൽ ഖർലാവിയുള്ള അഭിമുഖം വന്നു. ഈ അഭിമുഖത്തിൽ പ്രബോധനത്തിൽ എഴുതിയിട്ടുണ്ട്, യൂസുഫുൽ ഖർലാവി ഇദ്ദേഹത്തിന്റെ ഭാഷാപരമായ കഴിവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അബുൽ അല മൗദൂദിയുമായി 2-3 തവണ നേരിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ അറബിയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ കൂടെയുള്ള ഖലീൽ ഹാമിദി അദ്ദേഹം ഉറുദുവിൽ സംസാരിക്കുകയും, എനിക്ക് ഉറുദുവിലാണ് സംസാരിക്കാൻ സൗകര്യം എന്ന് ഉറുദുവിൽ സംസാരിക്കുകയും ഖലീൽ ഹാമിദി അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു ദ്വിഭാഷയായി. അങ്ങനെ ഞങ്ങൾ സംസാരം തുടർന്നുകൊണ്ടിരുന്നത്. ഇതൊരു വസ്തുത. അദ്ദേഹത്തിന് അറബി അറിയില്ല, അതോടൊപ്പം അറബി ഭാഷയിൽ അറിയാത്തത് കൊണ്ട് കൂടുതൽ പഠിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള ആളാണ്. സ്വതന്ത്രമായി ഖുർആനും ഹദീസും ഗവേഷണം നടത്തി ഒരു പുതിയ ചിന്താധാര, രാഷ്ട്രീയ നേതൃത്വം പിടിച്ചടക്കാനുള്ള ഒരു ആശയവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്ന ഏറ്റവും വഴിതെറ്റിപ്പോയ ബിദ്അഈ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ ഭാഗമാണ് ഈ സക്കാത്ത് വിഷയമൊക്കെ. ഇപ്പം സക്കാത്ത് നടന്ന് പിരിക്കുക. സുബ്ഹാനല്ലാഹ്, സക്കാത്ത് ജമാഅത്തെ ഇസ്ലാം പിരിക്കുന്നത് അവരെന്നെ പറയുന്നുണ്ട്. അവരെ സക്കാത്ത് അവരുടെ പ്രാദേശിക ബൈത്തുൽ മാലിലാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. പ്രാദേശിക ബൈത്തുൽ മാലി ആവശ്യമാവുന്ന ഘട്ടത്തിൽ കേന്ദ്ര ബൈത്തുൽ മാലിൽ അതിൻ്റെ അമീർ ലയിപ്പിക്കും. ഈ കേന്ദ്ര ബൈത്തുൽ മാലിൽ നിന്ന് സംഘടനാ പ്രവർത്തനം ഫണ്ട് എടുക്കുക. അവരുടെ മുഷാവറ നദ്വി ഷൂറയിലെ അംഗം തന്നെയായിരുന്ന മൂസ നദ്വി അടുത്ത് എഴുതി, ഞങ്ങളൊക്കെ മീഡിയ വൺ ചാനലിനും അതുപോലുള്ള മാധ്യമ പത്രത്തിനൊക്കെ നല്ല സംരംഭമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ സക്കാത്തിന്റെ ഫണ്ടാണ് കൊടുത്തത്. എന്നുവെച്ചാൽ ഈ സക്കാത്തിന്റെ ഫണ്ട് പടച്ചോനെ ഖുർആനിൽ വിശദമായി പറയും, 8 വിഭാഗത്തിനെ സക്കാത്ത് പറ്റൂ. അള്ളാന്റെ പള്ളിക്ക് പോലും നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ വീടൂല.
മദ്രസക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, വേറെ ആർക്ക് കൊടുത്താലും സക്കാത്ത്, റോഡ് വെട്ടാൻ സക്കാത്ത് കൊടുത്താൽ വീടൂല, പാവപ്പെട്ട ഒരു കിണർ കൊടുക്കാൻ സക്കാത്ത് കൊടുത്താൽ വീടൂല. അത് 8 വിഭാഗമുണ്ട്. 8 കുറഞ്ഞ വിഭാഗങ്ങൾ ഇപ്പൊ നമുക്ക് കേരളത്തിൽ ലഭ്യമുള്ളൂ. ഈ ഫക്കീർ മിസ്കിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവർക്കല്ലാതെ ആർക്ക് കൊടുത്താലും പറ്റില്ല. ഖുർആൻ പറയാം ഫരീദത്തൻ മിനല്ലാഹ്, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അതിലൊരു ചേഞ്ച് വരുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ സക്കാത്ത് മുസ്ലിം സമൂഹത്തിന്റെ സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായി ചെലവഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, പാർട്ടി ക്യാമ്പുകൾക്ക്, ഡോക്ടർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുടെ ഈദ് മീറ്റുകൾക്ക്, പരിപാടികൾക്ക് മൊത്തം സക്കാത്തിന്റെ ഫണ്ട്, പത്രത്തിന്റെ നടപ്പിന്, ചാനലിന്റെ നടത്തിപ്പിന്, ഇതിനൊക്കെ ഈ ഫണ്ട് എടുത്തുകൊണ്ട് വിനിയോഗിക്കുന്ന ക്രൂരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള വിദഗ്ധ പ്രാപ്തികളുടെ തനിനിറം മുസ്ലിം സമൂഹത്തെ സമസ്ത ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം സമസ്തവും ചെയ്തിട്ടില്ല. ഇത് ചെയ്യരുത് പറഞ്ഞാൽ പറ്റില്ല. സമസ്ത രൂപീകരിച്ച അതിനാണ്. ഏതൊക്കെയാണോ കള്ളനാണയങ്ങൾ അതിന്റെ യഥാർത്ഥ മുഖം മുസ്ലിം സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്ത് നമ്മളൊക്കെ സുന്നിയായത്. ഈ സുന്നത്തമായി നിലനിൽക്കണം. അടുത്ത തലമുറയും സുന്നത്യമായിട്ട് വളരണം. ഈ തലമുറ മാറി 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 യൗമുൽ ഖിയാമത്ത് വരെ കേരളത്തിൽ ഇത്രയും കാലം ഭദ്രമായി കാത്തു സൂക്ഷിച്ച സുന്നത്ത് ജമാഅത്തിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവികർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ട് നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരും പ്രചാരകരുമായി മാറി. അതുപോലെ സമസ്തയെ മാത്രമാണ് ഈ കാര്യത്തിൽ കാര്യമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ 100ാം വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ഒരു കൊല്ലക്കാലത്തെ പ്രചാരണ പ്രവർത്തനവുമായി സമസ്തയുടെ ആദർശം, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ബിദ്അത്തുകളുടെ തനിനിറം തുറന്നു കാണിക്കാനും വ്യാജ സിദ്ധന്മാരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആത്തിന് സ്നേഹാദരവും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നൂറിന്റെ നിറവിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മഹാപ്രസ്ഥാനം സമസ്ത എന്ന പ്രസ്ഥാനത്തെ ഒളിഞ്ഞും തെളിഞ്ഞും വഹാബിസത്തിന്റെ ഓരം ചേർത്ത്